ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ അച്ഛമ്മ നമ്മുടെ ചന്ദ്രോദയത്തെ എത്തി ഗൈസ്. അതെ, നമ്മളേറെ ആഗ്രഹിക്കുന്ന ഒരു നിമിഷങ്ങളാണ് അത് അല്ലെ. വന്നപാട് നമ്മുടെ ചന്ദ്രമതിക്കിട്ട് നല്ല കൊട്ടു കൊടുക്കുന്നുണ്ട്. നീ ഇത് ഇത്രയും ഇവിടെ നടന്നിട്ടും എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോടി, എന്റെ മകൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നിന്നെ ഞാൻ വെച്ചേക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെയൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതി കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രീകാന്ത് വരുന്നുണ്ട്. അപ്പൊ ശ്രീകാന്തിനോടും കുറെ കലിപ്പിടുന്നുണ്ട്. നീ എന്റെ മകനെ മാനം കെടുത്തി ഓടിപ്പോയി കെട്ടിയില്ലേടാ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനോടും ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷമായിട്ട് നമ്മുടെ സച്ചി വരുന്നത്. അപ്പൊ സച്ചി ആണെങ്കിൽ അച്ഛമ്മയെ കണ്ടപ്പോ തന്നെ അച്ഛമ്മേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുമ്പോൾ സച്ചിയുടെ കാരണത്തൊന്നും നോക്കി നമ്മുടെ അച്ഛമ്മ ഒരെണ്ണം കൊടുക്കുവായിരുന്നു കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, രേവതി എന്നോട് ഇതൊക്കെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും ഇപ്പോഴും അറിയില്ല, നിങ്ങൾ എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ നമ്മുടെ സച്ചിയോടും ദേഷ്യപ്പെടുന്നുണ്ട്. ശേഷം സച്ചി നമ്മുടെ രേവതി ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുറിയിൽ പോയതിന് ശേഷം നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ആ കൈനോട്ടക്കാരി പറഞ്ഞു എത്ര സത്യ, നിന്റെ നാക്കാണ് പ്രശ്നമെന്ന് അവര് പറഞ്ഞില്ലായിരുന്നോടി, നിനക്കൊന്നും മിണ്ടാതിരുന്നാ പോരായിരുന്നോ, ഇപ്പൊ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ സച്ചി നമ്മുടെ രേവതിയോട് ദേഷ്യപ്പെടുന്ന ഒരു രംഗങ്ങളാട്ടോ നമുക്ക് അവസാനം കാണുവാൻ സാധിക്കുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കും ഇനി അടിപൊളി എപ്പിസോഡുകളായിരിക്കും. നമ്മുടെ അച്ഛമ്മ ചന്ദ്രോദയത്തുണ്ടെങ്കിൽ കാണാൻ നല്ല രസമാണ്. എന്ന് വെച്ചാൽ ചന്ദ്രയുടെ ആ ഒരു അടവൊന്നും നടക്കൂലല്ലോ അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഗുഡ് ബൈ.